കപ്പുറം നന്മയുടെയും സൗഹൃദത്തിൻ്റെയും നാട്. ഗ്രാമവികസനത്തിൽ ഇപ്പോൾ നമ്മുടെ നാട് മുന്നേറുകയാണ്. ഡസൻ കണക്കിന് റോഡുകൾ, കോടികളുടെ ഫണ്ട് നമ്മുടെ നാടിന് അഭിമാനകരമായ പുരോഗതിയാണ് കൈവരിക്കാനായത്. ഇവിടെ ഒരു വികസനം മുമ്പില്ലാത്ത സ്ഥലമാണ്, വെറും കുരുട്ടടിയാണ്. ഞാനൊക്കെ സ്കൂൾ പഠിച്ച ഇവിടെ ചേപ്പൂർ IUP സ്കൂളിലാണ്. അവിടെയൊക്കെ പോകുമ്പോൾ വെറും കുരുട്ടടിക്ക് ഇങ്ങനെ നടന്നു പോകലായിരുന്നു. ഇപ്പോൾ ഇത് വലിയൊരു വികസനമാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തെ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിന്റെ വികസന ചരിത്രം ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന തരത്തിൽ നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റോഡുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വിവിധങ്ങളായ ഫണ്ടുകൾ, അത് RIDF ആവാം, നബാർഡ് ഫണ്ട് ആവാം, ഇനി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയാവാം, അങ്ങനെ ഏതൊക്കെ സാധ്യതകൾ പഞ്ചായത്തിലേക്ക് എത്തിക്കാൻ കഴിയും ആ സാധ്യതകളൊക്കെ പഞ്ചായത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും 10ഉം 15ഉം റോഡുകൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 150ഉം 130ഉം ഒക്കെ മീറ്റർ നീളത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഒരിക്കലും ഗതാഗത യോഗ്യമല്ലാത്ത മേഖലകളെ ഗതാഗത യോഗ്യമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. പടിഞ്ഞാറക്കണ്ടി കപ്പുറം റോഡ് കപ്പുറത്തിന്റെ വികസനത്തിൽ നാഴികക്കല്ലാകും. 1955 ഫെബ്രുവരിയിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പുറത്താൻ തുടങ്ങിയത്. 6 മീറ്റർ ആക്കിയെങ്കിൽ റോഡിന് എന്തെങ്കിലും ഫണ്ട് തരൂ എന്നുള്ള നിർബന്ധത്തെ തുടർന്ന് നാട്ടുകാർ വീണ്ടും യോഗം ചേർന്ന് 6 മീറ്റർ ആക്കി. അതിനുശേഷവും പലരെ സമീപിച്ചെങ്കിലും കാര്യമായ ഫണ്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ 2012 ചെറിയൊരു ഫണ്ട് ലഭിച്ച് 250 മീറ്ററോളം ഏതാണ്ട് ടാർ ചെയ്ത തുടക്കത്തിൽ. പിന്നെ ഒരു ഫണ്ടും ലഭിക്കാതെ അങ്ങനെ കടന്നു. പിന്നെ 2017 MP ശ്രമഫലമായിട്ട് ഏതാണ്ട് 75 ലക്ഷത്തോളം രൂപ അനുവദിച്ച് കിട്ടി. ആ ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർക്ക് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ജനപ്രതിനിധികളോടും ഞങ്ങൾക്ക് പ്രത്യേക നന്ദിയുണ്ട്. റോഡൊക്കെ നമുക്ക് നല്ല ഉഷാറായിട്ട് ഭംഗിയായിട്ട് കിടന്നിക്ക്. അപ്പോൾ കൊല്ലത്തിൻ്റെ അടുക്ക് ഇപ്പോൾ ആരും വരച്ചിട്ടും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. MK രാഘവൻ്റെ ഫണ്ടും എല്ലാം കൂടി കിട്ടി. റോഡ് ആൾക്ക് ഉഷാറായി. ഇത് തന്നെയല്ല പോസ്റ്റുമേലൊക്കെ വെളിച്ചമായി ഒക്കെ ഉഷാറായി. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞത് കോഴിക്കോട് MP ആയ NK രാഘവന്റെ സാന്നിധ്യവും അദ്ദേഹം ദത്ത് ഗ്രാമമായി പ്രധാനമന്ത്രി സൻസദ് ആവിഷ്കാരം യോജനയുടെ നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്തതുമാണ്. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി പുതിയതാക്കി. 54 കിലോമീറ്ററുകൾ പുതിയ 3 ഫേസ് ലൈനുകൾ വഹിച്ചു. 21 കിലോമീറ്റർ നീളത്തിൽ HD കേബിൾ 3 ഫേസ് ലൈൻ വെച്ചു. HD കേബിൾ 3 ഫേസ് അല്ലാതെ സിംഗിൾ ഫേസ് 19 കിലോമീറ്റർ നീളത്തിൽ വെച്ചു. 29 പുതിയ ട്രാൻസ്ഫോമറുകൾ ഈ പഞ്ചായത്തിലേക്ക് അനുവദിച്ചു. അങ്ങനെ ഏതാണ്ട് 8 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വൈദ്യുതി മേഖലയിൽ മാത്രം നടപ്പിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉപകാരമായി. റോഡ് വന്നത് നല്ല കാര്യമായിപ്പോയി. ഞങ്ങൾക്ക് ഈ റോഡ് ആക്കി തന്ന വളരെ ഉപകാരമായി. ഭർത്താവിന് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഏട്ടനോടൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നെ. 23 വാർഡിലിപ്പം പ്രത്യേകിച്ച് ഈ റോഡൊന്നും ഇല്ല പണിയെടുക്കാനുള്ളത്. ഇത്രയും തീർന്നില്ല. ഇവിടെ കൃഷ്ണൻ നമ്പ്യാർ പോയതിന് ശേഷം ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലിപ്പോൾ ഈ അത്രയും നന്നായിട്ടിപ്പോൾ കിട്ടിയത് ഇപ്പോൾ അത് തന്നെയാണ്. നാം ഈ നിൽക്കുന്ന കൂർമഞ്ചാലിലേക്ക് പോകുന്ന ഈ കൊച്ചു റോഡ് ഇപ്പോൾ ഭാഗികമായി ഒരു യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. നീണ്ട ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വഴി ഇവിടെ സംജാതമായത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, കുറുമഞ്ചാലുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഹ്ലാദത്തിൻ്റെ അവസരമാണ്. ഈ കൃത്യനിർവഹണത്തിലെ പഞ്ചായത്തിൻ്റെ താല്പര്യവും ജനങ്ങളുടെ സഹകരണവും വളരെ കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. ആ സഹകരണത്തിനും താല്പര്യത്തിനും നന്ദി പ്രകടിപ്പിക്കാനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. സമസ്ത മേഖലകളിൽ ഇപ്പം വെളിച്ചത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉണ്ണികുളം പഞ്ചായത്തിലെ 13 പ്രധാനപ്പെട്ട അങ്ങാടികളിൽ മുഴുവൻ ലോമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട്. മുമ്പൊക്കെ ഏതെങ്കിലും ജനപ്രതിനിധികളുടെ പാർലമെന്റിന്റെയോ അല്ലെങ്കിൽ നിയമസഭാ പ്രതിനിധികളുടെ അടുത്ത് ലോമാസ് ലൈറ്റുകൾക്ക് വേണ്ടി പോയി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് പഞ്ചായത്ത് തന്നെ ആളുകൾ ചോദിക്കാതെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ ലോമാസ് ലൈറ്റ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ലോമാസ് ലൈറ്റ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ 13 സ്ഥലങ്ങളിൽ വെച്ചു കഴിഞ്ഞു. അത് 23-ാം വാർഡിൽ വേനാക്കുഴിയിലും കപ്പുറത്തും കരുമലയും ഉൾപ്പെടെ 3 സ്ഥലങ്ങളിൽ വെച്ചു. ഇങ്ങനെ ഉണ്ണികുളം പഞ്ചായത്തിന്റെ സമഗ്രമായ വികസന പദ്ധതി. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായി എല്ലാ സ്കൂളുകളിലെയും 1ാം ക്ലാസ്സുകൾ ഹൈടെക് ക്ലാസ് റൂമുകളാക്കി. സാധാരണഗതിയിൽ ഹൈടെക് ക്ലാസ് റൂമുകൾ എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മുടെ ചില ആളുകൾ കൊണ്ടുകൊടുക്കുന്ന സംവിധാനം പോലെയല്ല. അവിടെ ഒരു പ്രൊജക്ടർ കൊണ്ടുവച്ച് വെച്ചാൽ അത് ഹൈടെക് ക്ലാസ് റൂമായി. അങ്ങനെയല്ല പഞ്ചായത്ത് ചെയ്തത്. എല്ലാ ക്ലാസ് റൂമുകളിലും ബെഞ്ച്, ഡെസ്ക്, കുട്ടികളുടെ ഷൂ റാക്ക്, ചെരുപ്പ് റാക്കിന് കുട്ടികൾക്ക് ബാഗ് വെക്കാനുള്ള സൗകര്യം, ഫാന്, ബേസിന് എല്ലാ സൗകര്യങ്ങളും, അവസാനം ഒരു ആൻഡ്രോയിഡ് TV ഉൾപ്പെടെ അവിടെ സ്ഥാപിച്ചുകൊണ്ടാണ് പഞ്ചായത്തിന് 1ാം ക്ലാസ്. ഇപ്പോൾ ഈ വർഷം മുതൽ ഞങ്ങൾ 2ാം ക്ലാസ് മികവിൻ്റെ 2ാം തരം എന്ന് പറഞ്ഞ് 2ാം ക്ലാസ്സിന് ഹൈടെക് ആക്കുകയാണ്. ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലം കഴിയുമ്പോഴേക്ക് എത്ര ക്ലാസ് റൂമുകൾ ചെയ്യാൻ കഴിയുമോ അത്രയും ക്ലാസ് റൂമുകൾ ചെയ്തുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഘടനാപരമായിട്ട് ഇടപെടാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഉണ്ണികുളത്തിന്റെ വികസനം എവിടെ എത്തി എന്നുള്ളത് ആരെങ്കിലും ദോഷേതുക്കളുടെ സംശയം ചോദിക്കുകയാണെങ്കിൽ ഒരു ബൈക്ക് എടുത്തിട്ട് ഉണ്ണികുളം പഞ്ചായത്തിൽ ഒന്ന് കറങ്ങി വന്നിട്ട് എവിടെയാണ് വികസനം എത്താത്തത് എന്ന് കാണിച്ചു തരാനാണ് ദോഷേതുക്കളായ വിമർശകർ പോലും തയ്യാറാവേണ്ടതെന്ന് പറയുകയാണ്. ഇനിയും MK രാഘവൻ കോഴിക്കോടിന്റെ MP ആയിട്ട് തുടരുന്ന സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി വരുന്ന കാലങ്ങളിലും വലിയ വികസനം ഈ പഞ്ചായത്തിലേക്ക് എത്തിക്കാൻ കഴിയും. നമ്മുടെ നാടിൻ്റെ വികസന തുടർച്ചയ്ക്കൊപ്പം ഫാസിസത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ കൂടിയാകട്ടെ ഇത്തവണ നമ്മുടെ വോട്ട്.